പ്രണയതീരം. സൂര്യനാരായണൻ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ കല്യാണിയെയും കൂട്ടരെയും കണ്ടു. അത്ഭുതത്തോടെ നോക്കി. ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഈ കോളേജ് നിങ്ങളുടെ കുടുംബസ്വത്തെങ്ങാനും ആണോ? തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് തോന്നുന്നു ഈ കോളേജിൽ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെയാണല്ലോ ഇവിടെ പഠിക്കുന്ന ബാക്കിയുള്ള കുട്ടികളും. അവർ കറക്റ്റായിട്ട് എല്ലാ ദിവസവും കോളേജിൽ വരുന്നുണ്ടല്ലോ. ഇനി മുടങ്ങിയാൽ തന്നെ ഒരു ദിവസം. ഇത് പക്ഷേ ഒരാൾ മുങ്ങിക്കഴിഞ്ഞാൽ 4 പേരും കോളേജിൽ വരില്ല. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞാൽ മതി. എല്ലാത്തിനെയും അഴിച്ചു വിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ഇതുപോലെയുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലേ വീട്ടുകാരിങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത്. സൂര്യൻ ദേഷ്യത്തോടെ കത്തിക്കയറുന്നത് കണ്ടതും ഇയാൾ ഇന്ന് ഇടം തിരിഞ്ഞാണെന്ന് തോന്നുന്നു എഴുന്നേറ്റിരിക്കുന്നത്. ദേവ് പറഞ്ഞതും അതെന്താ അങ്ങനെ? അച്ചു ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മളോടിങ്ങനെ ഇടം തിരിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ദേവു ആ സമയത്തും അങ്ങനെ പറയുന്നത് കേട്ടതും അച്ചു അവളെ കോർപ്പിച്ചു നോക്കി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തെങ്കിലും കൂസലുണ്ടോയെന്ന് നോക്കിക്കേ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് 4 നിൽക്കുന്നത്. സാർ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ ഞങ്ങൾ ലീവാണ്. ദേവ് പറയുന്നത് കേട്ടതും ക്ലാസ്സിൽ എല്ലാവരും ചിരിച്ചു. സൂര്യന് അവനെ കളിയാക്കുന്നത് പോലെ തോന്നി. എന്താ ഇത്രയും ദിവസം ലീവ് എടുത്തിട്ട് ഇന്ന് വന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പ് വീണ്ടും ലീവോ? എന്നാ പിന്നെ ഇങ്ങോട്ടുള്ള വരവൊന്ന് നിർത്തിക്കൂടെ? എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും രാവിലെ 10 മണിക്ക് ദൃശ്യം വ്ലോഗിൽ.